പാക്കം ആലക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് അരങ്ങുണർന്നു. ഘോഷയാത്രയോടുകൂടി നടത്തിയ കലവറ നിറയ്ക്കൽ ചടങ്ങോടെയാണ് യജ്ഞത്തിന് സമാരംഭം കുറിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ഒക്ടോബർ 3 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ് ആലക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത്. ഇതിന് സമാരംഭം കുറിച്ചുകൊണ്ട് വ്യാഴാഴ്ച രാവിലെ നടത്തിയ കലവറ നിറയ്ക്കൽ ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. അമ്പലക്കത്ത് നാഗത്തിങ്കൽ ദേവസ്ഥാനം പരിസരത്തു നിന്നും മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്രയായാണ് ഭക്തജനങ്ങൾ യജ്ഞത്തിലെ അന്നദാനത്തിലേക്ക് ആവശ്യമായ ഫലധാന്യങ്ങളും പച്ചക്കറി വിഭവങ്ങളുമെല്ലാം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത്. പൂബാണംകുഴി ക്ഷേത്രം സ്ഥാനികർ ഉൾപ്പെടെയുള്ളവർ ഘോഷയാത്രയിൽ അണിനിരന്നു. ഇതോടനുബന്ധിച്ച് നടത്തിയ ക്ഷേത്രത്തിലെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം അരവത്ത് പത്മനാഭ തന്ത്രികൾ നിർവഹിച്ചു. തറവാട് കാരണവർ കൃഷ്ണൻ ചെറൂട്ട, ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. ഭാഗവത സപ്താഹത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഭക്ഷണശാല, അതുപോലെ യജ്ഞമണ്ഡപം, ബാക്കി ഭക്തജനങ്ങൾക്ക് അർച്ചനകൾ നടത്താനുള്ള കൗണ്ടറുകൾ, എല്ലാ കാര്യങ്ങളും ഇവിടത്തേക്ക് പൂർത്തിയായി കഴിഞ്ഞു. ഇനി 7 ദിവസം ഈ ഭാഗവത സപ്താഹം വളരെ ഭംഗിയായി നടത്തുക എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം. ആചാര്യൻ മൊഴിയോട് സുരേഷ് ബാബു നമ്പൂതിരി അവരുകളാണ് 2 സഹാചാര്യന്മാരും കൂടിയാണ് നടത്തുന്നത്. അരവത്ത് കെയൂർ ദാമോദര തന്ത്രി അവരുടെ കാർമ്മികത്വത്തിലാണ് യജ്ഞം നടക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളെയും ഈ ക്ഷേത്രത്തിലേക്ക്, യജ്ഞത്തിലേക്ക്, ആലക്കോട്ടപ്പൻ്റെ കൃപാകടാക്ഷത്തിന് വേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യാഗഭൂമിയിൽ ഋഷിമാർ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എന്നാണ് പറയപ്പെടുന്നത്. വൈകുന്നേരം 4 മണിയോടെ ക്ഷേത്രം തന്ത്രിയെയും ഒപ്പം യജ്ഞാചാര്യൻ മൊഴിയോട് സുരേഷ് ബാബു നമ്പൂതിരിയെയും പൂർണ്ണ കുംഭത്തോടെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചറിയിച്ചു. കെ കുഞ്ഞിരാമൻ, ദാമോദരൻ, വിനീഷ് തുടങ്ങിയവരും മാതൃസമിതിയുടെയും പ്രാദേശിക സമിതിയുടെയും ഭാരവാഹികളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഉദുമ.